ആ കൻസുൽ ബറാഹീനിന്റെ കോപ്പിയാണ് 364-ാമത്തെ പേജിൽ. ഞാനിത് പണ്ട് എത്രയോ കാലം മുന്നേ മരിച്ചപ്പോൾ കബറിലാണ് ഒരാൾ, അയാളെ പറ്റി നമ്മൾ കീറി മുറിക്കണ്ടല്ലോ എന്നുള്ളതൊക്കെ ഞാൻ അതിലേക്ക് കിടക്കാത്തല്ല, നമ്മളെ അതിന്റെ രേഖയിലല്ല. സുജൂദ് ചെയ്യാൻ പറഞ്ഞതും അടുത്ത കുഫറിന്റെ ആശയത്തിൽ ഒരു മരിച്ചുപോയ ആളെ അയാളെ നമ്മൾ കീറിയുണ്ടല്ലോ. അതിനെ സംബന്ധിച്ചുള്ള തീരുമാനം പഠിച്ച് നമ്മുടെ പഴയ കാലത്ത് ഉലമാവ് പറഞ്ഞു. അതിനെതിരെ ഇപ്പം വന്നിട്ട് ഏത് വാപ്പ് പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ല, ഏത് വാപ്പ് പറഞ്ഞാലും അതെന്തല്ല, ഇതിനെതിരല്ല എന്നാ ഞാൻ പറഞ്ഞതിനർത്ഥം. അങ്ങനെ ആള് പറഞ്ഞോ ഇല്ല, ഒരാളെ കൊണ്ട് ഇന്റർവ്യൂ ചെയ്യിപ്പിച്ചിട്ട് ഇപ്പൊ എനിക്കും പറയിപ്പിക്കാനോ, അങ്ങനെ മടവൂർ ഇങ്ങനെ പറഞ്ഞു, മറ്റൊരു ഇങ്ങനെ പറഞ്ഞു, അതല്ല ഇതിന്റെ നമ്മൾ രേഖയാ പറയും. ഈ കൻസുൽ ബറാഹീനിൽ കാണാം വമിസ്ലുഹും ബൽ അഅ്ളമു മിൻഹും ഫിഅലുഹും വഇതിഖാദുഹും الذين ظهروا بآخر القرن الثاني عشر بأرض المليبار ممن عن الدين الحنيفي وهم قوم عطاهم في آخر القرن المذكور فقير واتهر بهذا الاعتقاد من دون نكير എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് وذلك المحل الفاسد والرجل محل الفاسد والرجل هو الفقير المعاند لله فيما يقول ومخالف لما هو അനി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം മംബൂലുൻ, നബി തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടതും ദീനിൽ സ്ഥിരപ്പെട്ടതുമായ അഖീദയ്ക്ക് വിരുദ്ധം ചെയ്യുന്ന ഫാസിദായ ഫഖീറായ റജുലു എന്ന് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹത്തിന്റെ പേരും പറയുന്നുണ്ട്. ഞാൻ ആ പേരും വീണ്ടും പറയാത്തത് കൊണ്ടാണ്. അപ്പൊ ഇത്തരം ഫത്വ നിലനിൽക്കുന്നു. ആ ഫത്വ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്നോ ഇന്നലെയോ 2000 അതിന്റെ മുമ്പും ഇത് തെറ്റാണ് എന്ന് നിരന്തരം പറഞ്ഞ് അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന് എതിരായിട്ട് ഒരാൾ മരിച്ചുപോയ ഒരാള് എന്റെ കൂടെ സിയാറത്തിന് എതിര് എന്ന് പറഞ്ഞതാണോ വിശ്വസിക്കേണ്ടത്? അതല്ല, ഈ ജിഫ്രി തങ്ങളടക്കം മഖ്ദൂമുമാരടക്കം യുള്ള ഈ ഫത്വ അതുപോലുള്ളതാണോ സ്വീകരിക്കേണ്ടത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ മഹാന്മാരൊക്കെ അത് തെറ്റാണെന്ന് അന്ന് അവരുടെ കാലത്ത് പറഞ്ഞവർ തീരുമാനം പറഞ്ഞിട്ടുണ്ട്. അതിന് എതിരായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ പോയിരുന്നു എന്ന് പറഞ്ഞത് വിശ്വാസയോഗ്യമല്ല എന്നാണ് പറഞ്ഞത്. സിയാറത്ത് ചെയ്തു, രേഖ എവിടെ? അത് രേഖയല്ല, സ്ഥിരപ്പെട്ടവർ തെറ്റാണ് എന്ന് ഉലമാവ് തീരുമാനിച്ചു. സി എം വലിയുടെ കാലത്തും ബന്ധപ്പെട്ടു. സി എം വലിയുള്ള ജീവിച്ചിരിക്കുന്ന ഒരാളോടും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ഒരാൾ മരിച്ചതിന് ശേഷം പറയാണ് അവിടെ സിയാറത്ത് ചെയ്തിരുന്നു. എവിടെ സിയാറത്ത് ചെയ്തിരുന്നു? ആര് പറഞ്ഞു? എന്ത് രേഖ? എനിക്കും പറയാലോ, നൂറുശക്കാർക്കും പറയാലോ, കാദിയാനികൾക്ക് പറയാലോ, ഞങ്ങൾ അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട് സി എം വലിയുള്ളായി. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു എന്നുള്ളതല്ലല്ലോ രേഖ. സി എം വലിയുള്ളായി സിയാറത്ത് ചെയ്തു മരിച്ചതിന് ശേഷം ഒരാൾ വന്നിട്ട് പറയാണ്, കാദിയാനികൾ വന്നിട്ട് പറയാണ് ഇവിടെ സിയാറത്ത് ചെയ്തിരുന്നു. എവിടെ രേഖ? അപ്പൊ ഇത് വെറുതെ ഒരു പിഴച്ച ത്വരീഖത്തിൽ പെട്ട ചില ആളുകൾ ഞങ്ങൾക്ക് സി എം വലിയുള്ളാഹി ഉണ്ട് എന്നൊരു കോടി തരാൻ വേണ്ടി മഹാനരായ സി എം വലിയുള്ളാഹിയെ എന്ത് ചെയ്യാ, കച്ചിത്തുരുമ്പാക്കി പിടിക്കാൻ അത് അനുവദിക്കൂല. അതിവിടെ ഇല്ല. സി എം വലിയുള്ളാഹി നവറല്ലാഹു മർക്കദഹു ഖദ്ദസല്ലാഹു സിറഹുൽ അദീം, ആ സി എം വലിയുള്ളാഹി നേരിട്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമയോട് അൻതഅലൽ ഹഖ്, താജുൽ ഉലമ 10,000 സാക്ഷി നിർത്തിയിട്ട് പറഞ്ഞതാണ്. എന്നോട് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി പറഞ്ഞു അൻതഅലൽ ഹഖ്, നിങ്ങൾ സത്യത്തിന്റെ മേലാണ് ഉറച്ചു നിന്നോളൂ എന്ന് സി എം വലിയുള്ളാഹി എന്നോട് പറഞ്ഞു താജുൽ ഉലമ. ആ താജുൽ ഉലമ അടക്കമുള്ള സമയത്താണ് അത് തെറ്റെന്ന് പറഞ്ഞു. എന്നിട്ടോ അതൊന്നും ശരിയല്ല. പിന്നെ സി എം വലിയുള്ളാഹി മരിച്ചതിന് ശേഷം ഇന്ന ആള് സി എം വലിയുള്ളാഹി അവിടെ സിയാറത്ത് ചെയ്തിരുന്നു എന്നുള്ളത് രേഖ. ഈ ഉലമാവ് പറഞ്ഞത് താജുൽ ഉലമയൊന്നും രേഖയല്ല. താജുൽ ഉലമയേക്കാൾ വലിയ വാപ്പ് ഏതാ ലോകത്തുള്ളത്? അങ്ങനത്തെ ഒരു വാപ്പ് ഇവിടെ ഇല്ല, ഇനി ഖിയാമത്ത് നാൾ വരെ വരില്ല. അപ്പൊ അതിനെതിരെ ഒരു ബാപ്പുവിനെ പിടിച്ച് നടക്കുന്നവർക്ക് ആ വഴിക്ക് പോകാം, താജുൽ ഉലമയുടെ പിന്നാലെ നടക്കുന്നവർക്ക് ഈ വഴിക്കും പോരാ. അള്ളാഹു നമ്മയൊക്കെ സത്യത്തിൽ അടിയുറപ്പിച്ച് നിർത്തി തീരുമാനം.